ഹലോ യൂട്യൂബ്, ദിസ് ഈസ് ഹൈജാക്ക്. 90കളിൽ ഇന്ത്യയിലെ ഗ്രാമീണ കർഷകർ അവരുടെ പാടങ്ങളിൽ വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പമ്പ് സെറ്റിൻ്റെ ഡീസൽ എഞ്ചിൻ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഓടിക്കാൻ തുടങ്ങി. വളരെ ചീപ്പായിരുന്ന ഡീസലിന് ലിറ്ററിന് 80 മുതൽ 100 കിലോമീറ്റർ വരെ മൈലേജും കിട്ടി. 97-ൽ ഇക്കാര്യം റോയൽ എൻഫീൽഡ് കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് അവർ ഇന്ത്യയിൽ ആദ്യത്തെ ഡീസൽ എഞ്ചിനുള്ള ബൈക്ക് ലോഞ്ച് ചെയ്തു, റോയൽ എൻഫീൽഡ് ടോറസ്. ഒരു വെൽ മെയിൻറ്റെയിൻ ടോറസും അതിൻ്റെ കുറച്ച് പ്രത്യേകതകളും, അതാണ് ഹൈജാക്ക് മീഡിയ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു പക്ക സ്റ്റോക്ക് കണ്ടീഷനുള്ള വണ്ടിയല്ല ഇത്. പുതിയ ക്ലാസിക് 350യുടെ ഗൺ മെറ്റൽ കളറിൽ അതിൻ്റെ ഒരു ഗ്ലോസി ലുക്ക് വരത്തക്ക രീതിയിൽ വണ്ടി ഒന്ന് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലുമായി 20 സ്പോക്സ് ഉള്ള ഒരു അലോയും നൽകിയിട്ടുണ്ട്. വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഒരു ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ ഭാഗം തന്നെയാണ് ഈ ബൈക്കിന് മറ്റു ബൈക്കുകളിൽ നിന്നും യുണീക്ക് അപ്പിയറൻസ് കൊടുക്കുന്നത്. 325cc 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ 2 വാൽവ് എഞ്ചിനാണ് വണ്ടിക്കുള്ളത്. പക്ഷേ ഡീസൽ എഞ്ചിനിൽ ഡീസലിൻ്റെ കമ്പഷൻ നടക്കുന്നതിന് ഒരു സ്പാർക്കിൻ്റെ ആവശ്യമില്ല. അതായത് ഒരു നിശ്ചിത അളവിൽ എയറും ഡീസലും കൂടെ മിക്സ് ചെയ്ത് പ്രഷർ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിൽ നിന്ന് ഡീസൽ സ്വയം കത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ ഹെഡിൻ്റെ മേലെ നമ്മൾ സാധാരണ ബൈക്കുകൾക്ക് കാണുന്ന പോലെ ഒരു സ്പാർക്ക് പ്ലഗ് ഡീസൽ ബുള്ളറ്റിന് കാണാൻ സാധിക്കില്ല. പഴയ പെട്രോൾ എഞ്ചിനിൽ കൊടുക്കുന്ന സ്പാർക്ക് പ്ലഗിൻ്റെ പോയിന്റ് തെറ്റുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവേണ്ടിയിരിക്കുന്ന പ്രശ്നവും ഇതിനില്ല. എഞ്ചിൻ്റെ വലതുവശത്തായിട്ട് ഒരു ഫ്ലൈ വീൽ നമുക്ക് കാണാൻ സാധിക്കും. ഹീറ്റ് ഡിസിപ്പേഷന് വേണ്ടി ഒരു പോറസ് കേജിലാണ് അത് വെച്ചിരിക്കുന്നത്. എഞ്ചിൻ്റെ ഇടതുവശത്ത് എയർ ഫിൽറ്ററും അതിൻ്റെ കണക്റ്റിംഗ് പൈപ്സുമാണ് കാണുന്നത്. ഗിയർ ബോക്സ് പഴയ ബുള്ളറ്റിൻ്റെ പോലെ തന്നെയാണ്. ഒരു ന്യൂട്രൽ ഫൈൻഡറും ഗിയർ ലിവറും വലതുവശത്തും കാണാം, ബ്രേക്ക് പെഡൽ ഇടതുവശത്തും കാണാം. വണ്ടി കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. അതായത് എഞ്ചിൻ്റെ ഇടതുവശത്തായിട്ട് സിലിണ്ടറിൻ്റെ ഔട്ട്ലെറ്റ് വാൽവ് തുറന്നിടുന്നതിന് ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. സിലിണ്ടറിൽ എക്സസ് എയർ ഇത് പുറത്തു കളയും. അത് ഓൺ ചെയ്ത് അത്യാവശ്യം ഫോഴ്സിൽ ഒരൊറ്റയടി. പഴയ ഡീസൽ ബുള്ളറ്റിൻ്റെ പോലെ ആംബിയർ കറക്റ്റ് ചെയ്യലോ മറ്റു പരിപാടികളോ ഇതിനില്ല. ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് പറയാം. കമ്പനി വണ്ടി ഇറക്കിയത് ഒരു കിക്ക് സ്റ്റാർട്ടർ വെച്ചിട്ടാണ്. പക്ഷേ കിക്ക് സ്റ്റാർട്ടർ അല്പം ശ്രമകരമായതുകൊണ്ട് ഒരു ആഫ്റ്റർ മാർക്കറ്റ് സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടോർ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ലിറ്ററിന് 80 മുതൽ 90 വരെ മൈലേജ് തരുന്നതുകൊണ്ട് തന്നെ പവർ അല്പം കുറവാണ് ഈ വണ്ടിക്ക്. ഒരു 40-50 റേഞ്ചിൽ ക്രൂയിസ് ചെയ്യാൻ പറ്റിയൊരു ബൈക്ക്. അതിന് മേലെ പോയാൽ നല്ല വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. മികച്ച മൈലേജ് തരുന്ന ഒരു വിൻറ്റേജ് വണ്ടി, അതാണ് ഇതിനെ ഏറ്റവും കൗതുകരമാക്കുന്നത്.
ഡീസലിൻ്റെ കമ്പസ്റ്റൻ റേഷ്യോ കൂടുതലായതുകൊണ്ട്, അതായത് ഡീസൽ കത്തിപ്പിടിക്കുന്നതിന് കൂടുതൽ എയറും കൂടുതൽ സ്ഥലവും ആവശ്യമായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് എഞ്ചിൻ്റെ വലുപ്പവും കൂടി വന്നു. എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു പവർ ഡെലിവറി വണ്ടിയിൽ നിന്ന് കിട്ടുന്നുമില്ല. ഇക്കാരണങ്ങൾ തന്നെയാണ് വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ കമ്പനി തീരുമാനിച്ചത്. ഈ വണ്ടിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജായിട്ടുള്ള ഹൈജാക്ക് മീഡിയ ഹബ് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ആൻഡ് ദിസ് ഈസ് ഹൈജാക്ക് സൈനിങ് ഓഫ്.